ചേട്ടാ, കോഴിക്കോട് മൂഴിക്കലിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നസ്രീനയെ ബന്ധുവായ അദ്നാൻ കൊലപ്പെടുത്തിയ വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇപ്പോഴിതാ ആ വീടിന്റെ സമീപത്തെ കിണറ്റിൽ നിന്നും 3 ഫോണുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. 2 ഫോൺ നസ്രിയുടെയും 1 ഫോൺ അദ്നാനിൻ്റെയുമാണ്. ഈ ഫോണുകൾ കണ്ടെത്തിയതോടെ ഈ കൊലപാതകത്തിൽ മൂന്നാമതൊരാൾക്കും പങ്കുണ്ടോ, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ മറ്റൊരാൾ ഇതിൽ ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന രീതിയിലൊക്കെ ചില സംശയങ്ങൾ വരുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് നമ്മുടെ കേരളത്തിൽ കോളിളക്കം ഉണ്ടാക്കിയ വെഞ്ഞാറമൂട്ടിലെ അഫാനെ പോലെ സ്വന്തം കുടുംബത്തിലെ തന്നെ ഒരു അംഗത്തോട് ഇത്ര വലിയൊരു ക്രൂരത 20 വയസ്സുകാരനായ അദ്നാൻ എന്തിനു ചെയ്തു എന്നൊരു ചോദ്യമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഇത് കഴിഞ്ഞ 14-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ ചെലവൂരിനടുത്ത് ഈസ്റ്റ് മൂഴിക്കലിലെ വീട്ടിൽ ഇത്തരമൊരു ദാരുണമായ സംഭവം അരങ്ങേറുന്നത്. ഇതിൽ കൊല്ലപ്പെട്ടത് നസ്രീന, 2 പേരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ 16 വയസ്സുകാരിയായ നസ്രീന എന്ന് പറയുന്ന വിദ്യാർത്ഥിനി 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം മെഡിക്കൽ എൻട്രൻസിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് പഠിച്ചിരുന്ന ഒരാളാണ് അദ്നാൻ. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ നസ്രീനയുടെ മാതാവിൻ്റെ സഹോദരിയുടെ പുത്രനാണ് ഈ അദ്നാൻ എന്ന് പറയുന്ന കുട്ടി. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഈ അദ്നാൻ താമസിക്കുന്നത് കുളത്തറയിലാണ്. കുളത്തറയിൽ നിന്ന് ഈ മൂഴിക്കലിലെ വീട്ടിലേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. മുൻപ് തന്നെ അദ്നാൻ്റെ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ ഈ വീട്ടുകാരൊക്കെ ഇയാളുടെ മനം മാറ്റുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്താറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്നറിയില്ല. അദ്നാൻ നിരന്തരമായിട്ട് ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മോചനം എന്ന നിലയ്ക്കാണ് ഈ ഒരു വീട്ടുകാർ ഈ ഒരു ബന്ധുവീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തി അദ്നാൻ്റെ വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോന്നിരുന്നു. ഈ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ VP ഹംസ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ ബാരൽ റിപ്പയറിംഗ് രംഗത്ത് ബിസിനസ് നടത്തുന്ന ഒരു പൊതു രംഗത്തൊക്കെ സജീവമായിട്ടുള്ള VP ഹംസയുടെ കുടുംബമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഈ കുടുംബത്തിലെ ഇളം തലമുറയിൽപ്പെട്ട 2 പേരാണ് ഈ ദുര്യോഗത്തിന് ഇരയായിരിക്കുന്നത്. ഈ അദ്നാൻ ഈ വീട്ടിലേക്ക് അദ്നാൻ്റെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ഈ VP ഹംസ തന്നെ ഇടപെട്ടാണ് ഈ കുട്ടിയെ ഈ വീട്ടിലേക്ക് എത്തിക്കുന്നതും ഇവിടെ നിർത്തി ഇവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളടക്കം നോക്കിക്കൊണ്ടിരുന്നതും. അങ്ങനെ അതിനിടയിലാണ് ഈ നസ്രീനയുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു സഹോദര ബന്ധം, സഹോദരൻ തമ്മിലുള്ള ഒരു ബന്ധമെന്നതിൽ കുഞ്ഞ് മറ്റൊന്നുമില്ല അതിനർത്ഥം. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് വിള്ളൽ വീഴുന്നത് ഈ അദ്നാൻ്റെ ചില പ്രവൃത്തികളാണ്. അതിലെടുത്തു പറയേണ്ടത്, ഈ വീട്ടിലെ താമസിക്കുന്ന വേളയിൽ അദ്നാൻ ഈ വീട്ടിൽ നിന്ന് ഏകദേശം 40,000-ഓളം രൂപ മോഷ്ടിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ വിഷയം ഇവർ തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ഇടയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏകദേശം ഡിസംബർ മാസത്തോടുകൂടി അദ്നാൻ ഈ വീട്ടിൽ നിന്ന് ഇവർ പറഞ്ഞു വിട്ടു, സ്വന്തം വീട്ടിലേക്ക്, കുളത്തറയിലെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അപ്പോഴെല്ലാം തനിക്ക് ഈ ഏറ്റവും വലിയ ശത്രു ഈ നസ്രീന എന്ന് പറയുന്ന മാതാവിൻ്റെ സഹോദരി പുത്രിയാണ് എന്നൊരു ചിന്ത അദ്നാനിലുണ്ടായിരുന്നു. അതിന് കാരണം എന്താണെന്നറിയില്ല. എന്തായാലും ഇപ്പോഴുള്ള കുട്ടികൾക്കിടയിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വ്യാപകമായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലൊക്കെ മലബാർ മേഖലയിലല്ല, കേരളം മുഴുവൻ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം വ്യാപകമാണ്. ഇത് ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നതിന് മുൻപേ ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കും. ഇതൊരു ഡ്രഗ്സിൻ്റെ കളിയാണ്. അങ്ങനെ അദ്നാൻ തൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഈ നസ്രീനയെ കണ്ടുപോന്നു. അങ്ങനെ കഴിഞ്ഞ 14-ാം തീയതി ഇയാൾ കൃത്യമായിട്ടുള്ള ആസൂത്രണം, ഈ വീടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലടക്കം കൈവശപ്പെടുത്തിയാണ് ഇവൻ അങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കഴിഞ്ഞ 14-ാം തീയതി കുളത്തറയിൽ നിന്ന് ഈ അദ്നാൻ നേരെ ഈ മൂഴിക്കലിലെ വീട്ടിലേക്ക് എത്തുന്നു. ഇതൊരു ഇരുനില വീടാണ്. ഇരുനില വീട്ടിൽ ധാരാളം CCTV ക്യാമറകൾ അടക്കമുള്ളവയുമുണ്ട്. ഇതിനെയൊക്കെ കണ്ണ് വെട്ടിച്ചാണ് അദ്നാൻ ഈ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഏകദേശം 8:38 ഈ അദ്നാൻ ഈ പിൻവശത്തെ മതിൽ ചാടി വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയം. ഇതിലെ ക്യാമറകളൊക്കെ തൻ്റെ ദൃശ്യങ്ങൾ അതിൽ പതിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കാരണം ഒരു ക്യാമറയൊഴിച്ച് മറ്റൊരു ക്യാമറയിലും ഇയാളുടെ വ്യക്തമായ ദൃശ്യങ്ങളില്ല. ഒരു ക്യാമറയിൽ മാത്രമാണ് ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്ന ഇയാൾ ഈ വീട്ടിൽ അന്ന് വിഷുവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അതിനുശേഷം എല്ലാവരും ഉറങ്ങാൻ പോകുന്നത് വരെ കാത്തിരുന്നു. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വീടിൻ്റെ മുകൾ നിലയിലെ ഒരു മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നസ്രീനയുടെ മുറിയിലേക്ക് ഇയാൾ കയറി ചെല്ലുന്നു. കയറി ചെന്നതിന് ശേഷം ഇയാൾ ഈ പെൺകുട്ടിയുടെ ആ റൂമിനകത്തുണ്ടായിരുന്ന ലെഗിങ്സ് ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ ശ്വാസം മുട്ടിക്കുന്നു, കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിക്കുന്നു. ഇതിലുണ്ടായ സഫോക്കേഷനാണ് ഈ പെൺകുട്ടിയുടെ മരണകാരണം. ഇതിനിടയിൽ തന്നെ ഈ വീട്ടിലൊരു കള്ളം കയറി എന്നൊരു സംശയം വീട്ടുകാർക്കിടയിൽ രൂപപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് അസാധാരണമായ ശബ്ദം കേൾക്കുന്നു. അതോടെ ഈ വീട്ടുകാർ തന്നെ ശബ്ദം വെച്ച് ആളെ കൂട്ടുന്നു. അതോടൊപ്പം തന്നെ വീടിൻ്റെ മുകൾ നിലയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നു. ഈ മുകൾ നിലയിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച, ഈ മുകൾ നിലയിലെ ഒരു മുറിയിൽ ഈ
നസ്രീന അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. ഇതോടൊപ്പം തന്നെ ഈ മുറിയിൽ ഒരു സ്ഥലത്ത് ഒരു മൂലയിൽ ഈ പറയപ്പെടുന്ന അദ്നാനുമുണ്ട്. അങ്ങനെ ഈ നസ്രീനെ ഇവർ നേരെ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ആ സമയം തന്നെ ഈ മുറിയിൽ കണ്ട അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ കാണപ്പെട്ട അദ്നാനെ മറ്റൊരു മുറിയിൽ ഇതേ നിലയിലെ 2ാം നിലയിലെ മറ്റൊരു മുറിയിലിട്ട് പൂട്ടിയതിനു ശേഷമാണ് ഇവർ പോകുന്നത്. ഈ സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ ഈ വിവരം കൈമാറുകയും ചെയ്തു. അങ്ങനെ പോലീസ് എത്തി ഈ വീടിൻ്റെ മുകൾ നിലയിലേക്ക് എത്തി ഈ അദ്നാനെ പൂട്ടിയിട്ടു എന്ന് പറയപ്പെടുന്ന മുറിക്ക് മുന്നിലെത്തുമ്പോൾ മുറി അകത്ത് നിന്ന് പൂട്ടിയ നിലയിലാണ്. ഇവർ പുറത്തുനിന്ന് കുറ്റിയിട്ടതിന് ശേഷം ഇവനെ അകത്തിട്ടതിന് ശേഷമാണ് പോയിരിക്കുന്നത്. എന്നാൽ അദ്നാൻ ഈ മുറി അകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു. അങ്ങനെ പോലീസ് ഈ കതക് പൊളിച്ച് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഈ തലയ്ക്ക് ചുറ്റും ഈ സെല്ലോ ടേപ്പ് എന്ന് പറഞ്ഞാൽ അത് മറ്റേ പാക്കിംഗ് ടേപ്പുകളാണ്, കൂടുതൽ പശിമയുള്ള ഒരു ടേപ്പാണ്. ഈ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ശരീരമാസവകാലം ഈ തലയ്ക്ക് ചുറ്റിനും ഈ മൂക്കും വായും അടക്കമുള്ള അവ ചുറ്റി വരിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു ടേപ്പ് ഉപയോഗിച്ച് ബന്ധിച്ച നിലയിൽ ഇവൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഇവൻ മരണപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സെൽഫ് സഫോക്കേഷൻ. സ്വന്തമായിട്ട് ഇത്തരം ഒരു ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടി സ്വയം ആത്മഹത്യ ചെയ്തു. ഈ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം അദ്നാൻ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൽ പല വൈരുദ്ധ്യങ്ങളും ഈ ഒരു കേസിൽ ഉണ്ട്. കാരണം ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ തൻ്റെ കുടുംബത്തിൽ തന്നെ തൻ്റെ മാതാവിൻ്റെ സഹോദരി പുത്രിയെ കൊലപ്പെടുത്താൻ മാത്രമുണ്ടായ വൈരാഗ്യം, ഈ വീട്ടിലെ കേവലം ആ പണം മോഷ്ടിച്ചത് ഈ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ലഹരി ഉപയോഗത്തെപ്പറ്റി വീട്ടുകാർക്ക് അറിവ് കൊടുത്തു, അല്ലെങ്കിൽ ഈ അദ്നാൻ്റെ ഫോണിൽ ഈ വീട്ടിലെ CCTV ക്യാമറയിൽ നിന്നുള്ള ആക്സസ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ പെൺകുട്ടി ഇടപെട്ടാണ് അതിൽ നിന്ന് മാറ്റിയത്. അതടക്കമുള്ള വൈരാഗ്യം, ഈ കേവലം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത്ര വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കുമോ എന്നൊരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്നാൻ കാണപ്പെട്ട ഒരു സാഹചര്യം, ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. തൂങ്ങി മരിക്കാം, വിഷം കഴിക്കാം. എന്നാൽ അത്തരം ഒരു മാർഗത്തിനെല്ലാം അപ്പുറം ഈ സ്വന്തമായിട്ടൊരു ടേപ്പ് മുഖത്തിന് ചുറ്റും ഒട്ടിച്ച് സ്വയം ശ്വാസം മുട്ടി മരിച്ചു എന്ന് പറയുന്നതിൽ ചില പൊരുത്തക്കേടുകളുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ ബോധ്യപ്പെടാവുന്ന വസ്തുതയാണ്. കാരണം നമ്മളെന്തായാലും നമുക്ക് മുഖത്തിന് ചുറ്റും അല്ലെങ്കിൽ മൂക്കും വായും അടക്കം ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ടേപ്പ് ചുറ്റുമ്പോൾ തീർച്ചയായിട്ടും ശ്വാസം മുട്ടും. ഈ ശ്വാസം മുട്ടുമ്പോൾ ആ മരണവെപ്രാളത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആരായാലും ശ്രമിക്കും. അത്തരം ഒരു രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിലെല്ലാം കഠിനമായ ദൃഢമായിട്ടുള്ള ഒരു പശയാണ് ഈ സെല്ലോ ടേപ്പിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപക്ഷെ മരണവെപ്രാളത്തിൽ ഇത് റിമൂവ് ചെയ്യാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാതെ പോയത്. എന്തായാലും രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഇതിൽ പെൺകുട്ടിയുടെ മരണകാരണം ശ്വാസം മുട്ടിയതാണ്, അദ്നാൻ്റെ കാരണവും ശ്വാസം മുട്ടിയതാണ്. ഇത് അദ്നാൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ വീടുമായി ബന്ധപ്പെട്ട പരിസരങ്ങളിൽ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടക്കുന്നു. ഈ ഒരു ഫോൺ, ഇപ്പോൾ നടക്കുന്ന ക്രൈമുകളിൽ മൊബൈൽ ഫോൺ, ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുക്കാനും വേണ്ടി പോലീസ് കഠിനമായിട്ട് പരിശ്രമം നടത്തി വന്നിരുന്നു. അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം ഈ നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഏകദേശം 3 ഫോണുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിൽ അദ്നാൻ മരിക്കുന്ന വേളയിൽ, അദ്നാൻ ആത്മഹത്യ ചെയ്യുന്ന വേളയിൽ ഇയാളുടെ കൈവശം ഒരു കീപാഡ് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇയാളുടെ വാട്സാപ്പ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളുള്ള ഒരു ഫോൺ ഈ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ നസ്രീനയുടെ 2 ഫോണുകൾ ഈ കിണറ്റിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ ആരാണ്, ഈ 2 പേരും അകത്തുള്ളപ്പോൾ ആരാണ് ഈ ഫോൺ കൊണ്ടുവന്ന് കിണറ്റിലിട്ടത് എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. കാരണം ഈ നസ്രീനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഫോൺ കൊണ്ടുവന്ന് ഈ അദ്നാൻ കിണറ്റിലിടാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും ഈ കേസന്വേഷണം വഴിതിരിച്ച് വിടാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഈ ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഈ കിണറ്റിൽ കൊണ്ട് ഇട്ടതാണോ എന്നത് തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സംശയം തോന്നാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള വ്യക്തത, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ഇതിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കൂടാതെ തന്നെ ഈ വെസ്റ്റ് മൂഴിക്കലിലെ ഈ വീട്ടിൽ നിന്ന് അദ്നാൻ താമസിക്കുന്ന ഈ കുളത്തറയിലെ വീട്ടിലേക്ക് ഏകദേശം 15 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഈ 15 കിലോമീറ്റർ ഇയാൾ നടന്നു വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം ഇത്ര ദൂരം നടന്നാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ കൃത്യത്തിൽ ഇയാളെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും ബോധ്യപ്പെട്ടേക്കും. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമാണ് ഈ ഒരു കോഴിക്കോട് നിന്ന് ഇപ്പോൾ പുറത്തു വന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. നമുക്കൊരു ബന്ധം, എത്ര വലിയ ബന്ധമാണെങ്കിലും ഒരു അതിര് വിട്ട് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. കാരണം ഓരോരുത്തർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുടുംബ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഒരു മനുഷ്യനെ അതിൻ്റെ അങ്ങേയറ്റത്തെ പരാക്രമയിലേക്ക് എത്തിക്കുന്നതിനും കാരണമാണ്. അപ്പോൾ സൂക്ഷിച്ച് ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള
സ്നേഹബന്ധങ്ങൾ അതേപടി നിലനിർത്തുക. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ശരി.